സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 1. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ശമൂവേൽ 2-ാം പുസ്തകം 18-ാം അധ്യായം. ശമൂവേൽ 2-ാം പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അനന്തരം ദാവീദ് തന്നോടുകൂടെയുള്ള ജനത്തെ എണ്ണി നോക്കി അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. ദാവീദ് ജനത്തിൽ 1/3 പങ്ക് യോവാബിന്റെ കൈക്കീഴും 1/3 പങ്ക് സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബീശായുടെ കൈക്കീഴും 1/3 പങ്ക് ഗിത്യനായ ഈഥായിയുടെ കൈക്കീഴും അയച്ചു. ഞാനും നിങ്ങളോടുകൂടെ വരും എന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു. എന്നാൽ ജനം, നീ വരേണ്ട, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പാതി പേർ പട്ടുപോയി എന്ന് വരികിലും അതാരും ഗണ്യമാക്കുകയില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നീ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞു. രാജാവ് അവരോട്, നിങ്ങൾക്ക് ഉത്തമമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ രാജാവ് പടിവാതിൽക്കൽ നിന്നു. ജനമൊക്കെയും 100-100ആയും 1000-1000ആയും പുറപ്പെട്ടു. അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോട് പെരുമാറുവിൻ എന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഈഥായിയോടും കൽപ്പിച്ചു. രാജാവ് അധിപതിമാരോടൊക്കെയും അബ്ശാലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. പിന്നെ ജനം പടനിലത്തിലേക്ക് ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു. എഫ്രൈം വനത്തിൽ വെച്ച് പടയുണ്ടായി. ഇസ്രായേൽ ജനം ദാവീദിന്റെ ചേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പട്ടുപോയി. പട ആ ദേശത്തെല്ലായിടവും പരന്നു. അന്ന് വാളിനിരയായതിലും അധികം പേർ വനത്തിനിരയായി തീർന്നു. അബ്ശാലോം ദാവീദിന്റെ ചേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പ് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ കരുവേലകത്തിന് കീഴെത്തി. അവന്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവന്റെ കീഴിൽ നിന്ന് കോവർ കഴുത ഓടിപ്പോയി. ഒരുത്തൻ അത് കണ്ടിട്ട്, അബ്ശാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് പറഞ്ഞു. യോവാബ് തന്നെ അറിയിച്ചവനോട്, നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞത് എന്ത്? ഞാൻ നിനക്ക് 10 ശേക്കെൽ വെള്ളിയും 1 അരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട് പറഞ്ഞത്, 1000 ശേക്കെൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈ നീട്ടുകയില്ല. അബ്ശാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് രാജാവ് ഞങ്ങൾ കേൾക്കയല്ലോ കൽപ്പിച്ചത്. അല്ല, ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നുവെങ്കിൽ രാജാവിന് ഒന്നും മറവായിരിക്കില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ്, ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരെ കളയുകയില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തിക്കടത്തി. യോവാബിന്റെ ആയുധവാഹകരായ 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. പിന്നെ യോവാബ് കാഹളമൂതി. യോവാബ് ജനത്തെ വിലക്കിയതുകൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി. അബ്ശാലോമിനെ അവർ എടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിലിട്ടു. അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേൽ ഒക്കെയും താന്താന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അബ്ശാലോം ജീവനോടിരുന്ന സമയം, എന്റെ പേർ നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവിൻ താഴ്വരയിലെ തൂണെടുത്ത് നാട്ടി അതിന് തന്റെ പേർ വിളിച്ചിരുന്നു. അതിന് ഇന്ന് വരെ അബ്ശാലോമിന്റെ ജ്ഞാപക സ്തംഭം എന്ന് പറഞ്ഞു വരുന്നു. അനന്തരം സാദോക്കിന്റെ മകനായ അഹീമാസ് ഞാൻ ഓടിച്ചെന്ന രാജാവിനോട്, യഹോവ അവനു വേണ്ടി ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്ന സദ്വർത്തമാനം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. യോവാബ് അവനോട്, നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകയില്ല. ഇനിയൊരു ദിവസം സദ്വർത്തമാനം കൊണ്ടുപോകാം. രാജകുമാരൻ മരിച്ചിരിക്കൊണ്ട് നീ ഇന്ന് സദ്വർത്തമാന ദൂതനാകയില്ല എന്ന് പറഞ്ഞു. പിന്നെ യോവാബ് കൂശിനോട്, നീ കണ്ടത് രാജാവിനെ ചെന്ന് അറിയിക്ക എന്ന് പറഞ്ഞു. കൂശൻ യോവാബിനെ വണങ്ങി ഓടി. സാദോക്കിന്റെ മകനായ അഹീമാസ് പിന്നെയും യോവാബിനോട്, ഏതായാലും ഞാനും കൂശന്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, എന്റെ മകനെ, നീ എന്തിനോടുന്നു? നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ഏതായാലും ഞാൻ ഓടുമെന്ന് പറഞ്ഞതിന്, എന്നാൽ ഓടിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അഹീമാസ് സമഭൂമി വഴിയായി ഓടി കൂശിനെ കടന്നുപോയി. എന്നാൽ ദാവീദ് 2 പടിവാതിലിന്റെ മധ്യേ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിന് മീതെ മതിലിന്റെ മുകളിൽ കയറി തല ഉയർത്തി നോക്കി ഒരുത്തൻ തനിച്ച് ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചറിയിച്ചു. അവൻ ഏകനെങ്കിൽ സദ്വർത്തമാനം കൊണ്ടാകുന്നു വരുന്നത് എന്ന് രാജാവ് പറഞ്ഞു. അവൻ നടന്നെടുത്തു. പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തൻ ഓടി വരുന്നത് കണ്ടു. ഇതാ പിന്നെയും ഒരാൾ തനിച്ച് ഓടി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു.
അവനും സദ്വർത്താന ദൂതനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമത്തവന്റെ ഓട്ടം സാദോക്കിന്റെ മകനായ അഹീമാസിന്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അതിന് രാജാവ്, അവൻ നല്ലവൻ, നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹീമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനനായ രാജാവിന്റെ നേരെ കൈ ഓങ്ങിയവരെ ഏൽപ്പിച്ചു നിന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അഹീമാസ്, യോവാബ് രാജാവിന്റെ വൃത്തിനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു, എന്നാൽ അത് എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അവിടെ മാറി നിൽക്ക എന്ന് രാജാവ് പറഞ്ഞു. അവൻ മാറി നിന്നു. ഉടനെ കൂശ്യൻ വന്നു. യജമാനനായ രാജാവിന് ഇതാ നല്ല വർത്തമാനം, നിന്നോട് എതിർത്ത എല്ലാവരോടും യഹോവ ഇന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കൂശ്യൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കൂശ്യനോട്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എന്റെ മകനെ, എന്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ യഹൂദാ രാജാവിന്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്കാം. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹൂദാ രാജാവേ, നീയും നിന്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടി കടക്കുന്ന നിന്റെ ജനവും യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നീതിയും ന്യായം നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പിൻ. പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുകയും അരുത്. നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും ഈ അരമനയുടെ വാതിലുകളിൽ കൂടി കടക്കും. ഈ വചനം കേട്ടനുസരിക്കുകയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദാ രാജാവിന്റെ അരമനയോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഗിലെയാദും ലെബാനോനിന്റെ ശിഖരവുമാകുന്നു. എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസികളില്ലാത്ത പട്ടണങ്ങളും ആക്കും. ഞാൻ ആയുധപാണികളായ സംഹാരകന്മാരെ നിന്റെ നേരെ സംഭരിക്കും. അവർ നിന്റെ വിശിഷ്ട ദേവദാരുക്കളെ വെട്ടി തീയിലിട്ട് കളയും. അനേകം ജാതികളും ഈ നഗരം വഴി കടന്നു പോകുമ്പോൾ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട്, ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയും അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചത് കൊണ്ട് തന്നെ എന്ന് ഉത്തരം പറയുകയും ചെയ്യും. മരിച്ചവനെ കുറിച്ച് കരയേണ്ട, അവനെ കുറിച്ച് വിലപിക്കുകയും വേണ്ട. നാടുവിട്ട് പോകേണ്ടി വരുന്നവനെ കുറിച്ച് തന്നെ കരുവിൻ. അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം ഇനി കാണുകയുമില്ല. തന്റെ അപ്പനായ യോശിയാവിന് പകരം വാണിട്ട് ഈ സ്ഥലം വിട്ടുപോയവനായി യോശിയാവിന്റെ പകരം യഹൂദാ രാജാവുമായ ശല്ലൂമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല. അവനെ ബദ്ധനാക്കി കൊണ്ടുചെന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവൻ മരിക്കും. ഈ ദേശം അവൻ ഇനി കാണുകയുമില്ല. നീതികേട് കൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയുമെന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായില്യം കൊണ്ട് ചായമിടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ദേവദാരു കൊണ്ട് മികച്ചവനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ രാജാവായി വാഴുമോ? നിന്റെ അപ്പനും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചില്ലയോ? എന്നാൽ അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല. അന്ന് അവന് നന്നായിരുന്നു. അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു. അന്ന് അവന് നന്നായിരുന്നു. ഇതല്ലയോ എന്നെ അറിയുക എന്നുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിന്റെ കണ്ണും മനസ്സും അത്യാഗ്രഹം നിവർത്തിക്ക, കുറ്റമില്ലാത്ത രക്തം ചുരുക, പീഡനവും സാഹസവും ചെയ്യുക എന്നിവയിലേക്ക് അല്ലാതെ മറ്റൊന്നിലേക്കും ചെല്ലുന്നില്ല. അതുകൊണ്ട് യഹോവ യോവാശിന്റെ മകനായി യഹൂദാ രാജാവായ യെഹോയാക്കീമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവനെക്കുറിച്ച് അവർ അയ്യോ സഹോദര, അയ്യോ സഹോദരി എന്ന് ചൊല്ലി വിലപിക്കുകയില്ല. അവനെക്കുറിച്ച് അയ്യോ തമ്പുരാനെ, അയ്യോ തിരുമേനി എന്ന് ചൊല്ലി വിലപിക്കുകയുമില്ല. യെരൂശലേമിന്റെ പടിവാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞ് ഒരു കഴുതയെ കുഴിച്ചിടുന്നത് പോലെ അവനെ കുഴിച്ചിടും. ലെബാനോനിൽ കയറിച്ചെന്ന് നിലവിളിക്ക, ബാശാനിൽ നിന്ന് നിന്റെ ശബ്ദം ഉയർത്തുക, അബാരിമിൽ നിന്ന് നിലവിളിക്ക,
നിന്റെ സകല സ്നേഹിതന്മാരും തകർന്നു കിടക്കുന്നുവല്ലോ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. എന്റെ വാക്ക് അനുസരിക്കാതിരുന്നത് ബാല്യം മുതൽ നിനക്ക് ശീലം. നിന്നെ മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്നു പോകും. ദേവദാരുക്കളിന്മേൽ കൂടുവച്ച് ലബാനോനിൽ വസിക്കുന്നവളെ, നിനക്ക് വ്യസനവും നോവ് കിട്ടിയവളെ പോലെ വേദനയും ഉണ്ടാകുമ്പോൾ നീ എത്ര ഞെരുങ്ങും. എന്നാണ് യെഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ കൊന്യാവ് എന്റെ വലം കൈക്ക് ഒരു മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞുകളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലും കൽദയരുടെ കയ്യിലും തന്നെ. ഞാൻ നിന്നെയും നിന്നെ പ്രസവിച്ച അമ്മയും നിങ്ങൾ ജനിച്ചതല്ലാത്ത അന്യദേശത്തിലേക്ക് തള്ളിക്കളയും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. അവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദേശത്തേക്ക് അവർ മടങ്ങി വരികയില്ല. കൊന്യാവ് എന്ന ഈ ആൾ സാരമില്ല എന്ന് വെച്ച് ഉടച്ചു കളഞ്ഞൊരു കലമോ ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രമോ അവനെയും അവന്റെ സന്തതിയും തിരിച്ച് അവർ അറിയാത്ത ദേശത്തേക്ക് തള്ളിക്കളവാൻ സംഗതി എന്ത്? ദേശമേ, 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 യഹോവയുടെ വചനം കേൾക്ക. ഈ ആളെ മക്കളില്ലാത്തവനെന്നും ആയുഷ്കാലത്ത് ഒരിക്കലും ശുഭം വരാത്തവനെന്നും എഴുതുവിൻ. ഇനി ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് യഹൂദയിൽ വാഴുവാൻ അവന്റെ സന്തതിയിൽ യാതൊരുത്തരും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലർ എന്നും അബ്രഹാമിന്റെ സന്തതി ആകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കായും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ച് കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്തു നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും.
എന്ന് ഹോശേയ പുസ്തകത്തിലും അരുളി ചെയ്യുന്നുവല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമേർക്ക് സദൃശമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുമ്പുകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്തു പറയുന്നു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിൽ മേൽ തട്ടി ഇടറി. ഇതാ, ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.